ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചുപോട്ടിൻ്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. എല്ലാവരും അവധിക്കാലൊക്കെ അടിച്ച് പൊളിച്ച് നല്ല ജിഞ്ചിനാക്കടിയായി തക്കുട് വാവുകളായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പോവാണ്. പേടിക്കൊന്നും വേണ്ട. അതായത് നമ്മൾ 7ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് 8ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ 7ൽ നിന്ന് 8ലേക്ക് പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ കാണാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോസിലൂടെ നൽകാൻ പോകുന്നത്. അപ്പോൾ ആ മുന്നറിയിപ്പ് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. ഇനി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇതറിയാത്ത നിങ്ങളെ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാർക്കും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ UP സ്കൂളിൽ നിന്നും ഹൈസ്കൂളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം. അതെന്താ സാറേ, ഹൈസ്കൂളിൽ എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിക്കും. എടാ മക്കളെ, ഹൈസ്കൂളിൽ എത്തുമ്പോൾ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ, അതായത് UP സ്കൂളിൽ നിന്നില്ലാത്ത, അവിടെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു തലമാണ് ഹൈസ്കൂൾ തലം എന്നുള്ളത്. അത് 1 by 1 ആയിട്ട് നമ്മളിങ്ങനെ പഠിച്ച് തുടങ്ങും. അപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബേസിക് സയൻസിന് വരുന്ന മാറ്റം എന്താണ്, 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ബേസിക് സയൻസിന് വരുന്ന മാറ്റം എന്താണ് എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം അതായത് 7ാം ക്ലാസ്സിൽ നമ്മൾ അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ ബേസിക് സയൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ തല ചൊറിഞ്ഞ് അത് എന്ന് ചെല്ലും. എടാ മക്കളെ, ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. ആ ബേസിക് സയൻസിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അഥവാ വൈദ്യുതിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെയോ ഹീറ്റ്, താപത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചാലകങ്ങൾ അഥവാ കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ചേഞ്ചസുകൾ, ഫിസിക്കൽ ചേഞ്ചസ്, കെമിക്കൽ ചേഞ്ചസ് അഥവാ ഭൗതിക മാറ്റം, രാസമാറ്റം, ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. രാസപ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലൂടെ അങ്ങനെ ചട്ടപടയെ എന്ന് പറഞ്ഞ് 7ാം ക്ലാസ്സിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബേസിക് സയൻസിലെ മാറ്റമാണ് നമ്മൾ ഈ ഒരു വീഡിയോസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേ പേരിൽ തന്നെയാണ് നമ്മൾ 8ാം ക്ലാസ്സും കാണാൻ പോകുന്നത്. ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് 8ാം ക്ലാസ്സിലും പഠിക്കാനുണ്ട്. പിന്നെ ഇപ്പം എന്ത് മാറ്റാ സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ, നിങ്ങൾ 7ാം ക്ലാസ്സിൽ കണ്ട ബേസിക് സയൻസ് അല്ല ഇനി നിങ്ങൾ 8ാം ക്ലാസ്സിൽ കാണാൻ പോകുന്ന ബേസിക് സയൻസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവിടെ വരുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക് സയൻസിനെ നമ്മൾ 3 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. 3 ഭാഗങ്ങളാക്കിയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കണേ, 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗത്തിനെയാണ് നമ്മൾ ഫിസിക്സ് അഥവാ ഊർജ്ജതന്ത്രം എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, മാഗ്നറ്റ് അഥവാ കാന്തങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഫിസിക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ബേസിക് സയൻസിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ഇതൊരു പേപ്പറാണ്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നു കെമിസ്ട്രി അഥവാ രസതന്ത്രം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പാർട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസുകൾ, ഭൗതിക മാറ്റം, രാസമാറ്റം, ആറ്റങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്, എലമെന്റ്സ് അഥവാ മൂലങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്, കോമ്പൗണ്ട്സ് അഥവാ സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അങ്ങനെ എന്താണ് പീരിയോഡിക് ടേബിൾ, എലമെന്റ്സുകൾ, ഒരുപാട് പേരുള്ള എലമെന്റ്സ് അല്ലെങ്കിൽ മൂലങ്ങളെ കുറിച്ച് പഠിക്കണം. അങ്ങനെ പഠിക്കുന്നതിനാണ് നമ്മൾ കെമിസ്ട്രി അഥവാ രസതന്ത്രം എന്ന് പറയുന്നത്. ഇത് മറ്റൊരു പേപ്പറാണ്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നു ബയോളജി അഥവാ ജീവശാസ്ത്രം. നമ്മളെ ചുറ്റുമുള്ള ജീവജാലങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്. മനുഷ്യനെ കുറിച്ച് പഠിക്കുന്നു, മറ്റു ജീവികളെ കുറിച്ച് പഠിക്കുന്നു, മനുഷ്യരും മറ്റു ജീവികളും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നു. അതേപോലെ തന്നെ പ്ലാന്റുകളെ കുറിച്ച് പഠിക്കുന്നു, പ്ലാന്റും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നു. അങ്ങനെ ഈ ചുറ്റുമുള്ള ജീവജാലങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ ബയോളജി അഥവാ ജീവശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 പാർട്ടുകളായിട്ട് നമുക്ക് ബേസിക് സയൻസിൽ എന്ത് ചെയ്യാം, നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, സാറേ ഇത് 3 ടെക്സ്റ്റ് ബുക്ക് ആണെന്ന് ചോദിക്കും. ഒരിക്കലുമല്ല, ഇത് 3 ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്താണ് 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇനി ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അത് 3 ആയിട്ട് മാറും. പക്ഷേ 8ാം ക്ലാസ്സിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനൊരു പേരുണ്ടാവും, ബേസിക് സയൻസ്. പക്ഷെ പരീക്ഷ എഴുതേണ്ടത് നിങ്ങൾക്ക് ഫിസിക്സിന് ഒരു പരീക്ഷ, കെമിസ്ട്രിക്ക് മറ്റൊരു പരീക്ഷ, അതേപോലെ തന്നെ ബയോളജിക്ക് മറ്റൊരു പരീക്ഷ. അങ്ങനെ 3 പരീക്ഷകളായിട്ടാണ് ഇത് ഉണ്ടാവുക. ചെറിയ മാർക്കിനാണ്, 20 മാർക്സിനൊക്കെയാണ് ഇത് ഉണ്ടാവുക. മനസ്സിലായല്ലോ മക്കളെ? ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിൽ കണ്ട ബേസിക് സയൻസിൻ്റെ മുഖമല്ല നമ്മൾ 8ാം ക്ലാസ്സിൽ കാണുന്ന ബേസിക് സയൻസിൻ്റെ മുഖം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനെ 3 പാർട്ടുകളായി തിരിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. ഫിസിക്സ് അഥവാ ഊർജ്ജതന്ത്രം, കെമിസ്ട്രി അഥവാ രസതന്ത്രം,
മൂന്നാമതായിട്ട് ബയോളജി അഥവാ ജീവശാസ്ത്രം. ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനി എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും കൂടുതൽ കാര്യങ്ങളും ബേസിക് ക്ലാസ്സുകളും ഒക്കെ നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി ആരെങ്കിലും നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്ന് വേഗം ജോയിൻ ചെയ്യുക. അടിപൊളി ക്ലാസ്സുകളുമായിട്ടോ ഒരു പേടിയും കൂടാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് 8ാം ക്ലാസ് ക്ലിയർ ആക്കി എഴുതാൻ, പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങാൻ, എൻജോയ് ചെയ്ത് പഠിക്കാനൊക്കെ നമ്മളെ എഡ്യൂപോർട്ട് ആപ്പിനകത്ത് നമ്മൾ ക്ലാസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്ത കുട്ടികളാണ് നിങ്ങളെങ്കിൽ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുക. എന്നിട്ട് വേഗം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ടാണ് നമുക്ക് അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.